ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ തെറ്റിദ്ധാരണകൾ മാറട്ടമേ, എന്നിട്ട് ആലോചിക്കാം എന്റെ തിരിച്ചുവരവ്. ശിവ, നിന്റെ ഈ ഇറങ്ങിപ്പോക്ക് നിനക്ക് ദുഃഖമേ ഉണ്ടാക്കൂ. എന്റെ എല്ലാ സമ്പാദ്യങ്ങളിൽ നിന്നും എന്നേക്കുമായിട്ടുള്ള ഇറങ്ങിപ്പോക്കായിരിക്കും ഇത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ അച്ഛൻ, അതായത് അച്ഛന്റെ അച്ഛൻ, മരച്ചീനി കച്ചവടം ചെയ്ത് ഒറ്റ മുറിയിൽ താമസിച്ച് ജീവിതത്തിന്റെ ദുരന്ത നിമിഷങ്ങളെ അതിജീവിച്ചിട്ടുണ്ടെന്ന്. ആ അച്ഛന്റെ കൊച്ചുമകനാ ഞാൻ. എനിക്ക് ജീവിക്കാൻ പരുത്തിക്കുന്ന് കോളനിയിലെ വായനശാലയും കുട്ടന്റെ കടയിലെ ഒറ്റ ചായപ്പും മാത്രം മതിയച്ചാ. ശിവൻ ഹാപ്പിയാ. എടാ, അമ്മ പറയുന്നൊന്ന് കേക്ക് നീ. എടാ മോനെ, നീ പോവരുത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ലമ്മേ. നിർമ്മലേ, അയ്യോ അയ്യോ, ശിവ, അച്ഛൻ. അയ്യോ, എന്താ പറ്റിയേ മോനെ? നെഞ്ചിലൊരു വേദന. എന്തു പറ്റിയ? ഇവിടെ ഒരു പിടുത്തം പോലെ. മോളെ, നീ അച്ഛൻ സ്ഥിരം കഴിക്കുന്ന ഗുളിക ഇങ്ങ് എടുത്തോളൂ വാ. ശരി അമ്മേ. അമ്മേ പിടിക്കമ്മേ, അച്ഛനകത്തേക്ക് കിടന്നു. മോളെ, നീ ഒന്ന് വേഗം കൊണ്ടുവാ. എന്താ, എങ്ങനെയുണ്ട്? വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ടോന്ന്? ഡോക്ടറെ വിളിക്കാം. ചെക്കപ്പിനുള്ള സമയമായല്ലോ. കുഞ്ഞെ, നമ്മുടെ പരുത്തിക്കുന്നിലെ സ്ഥലം സീൽ ചെയ്യാൻ കളക്ടറും കൂട്ടരും വരുന്നുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ട. അച്ഛന്റെ നെഞ്ചുവേദന ഗുളിക കൊടുത്ത് മാറ്റാം. പക്ഷേ നമ്മുടെ സ്ഥലം സീൽ ചെയ്താൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല. അത് പറ്റില്ല. ഞാൻ വരും. അത് വിട്ടുകൊടുത്താ ഞാൻ തോറ്റുപോകും. എനിക്കങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റ് ജീവിക്കാനാവില്ല. യോഹന്നാൻ, അവന്റെ മുമ്പിൽ തോറ്റിട്ട് എനിക്കിവിടെ ജീവിക്കണ്ട. അമ്മേ, അച്ഛാ, അച്ഛൻ തോൽക്കില്ല. അച്ഛനിപ്പോ വിശ്രമമാണ് ആവശ്യം. അച്ഛനെ ജയിപ്പിക്കാൻ അച്ഛന്റെ മകനിവിടെ ഉണ്ട്. ഇത് ശിവോഹം, എനിക്കിത് നിയോഗം, അവർക്കിത് വിയോഗം.